അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നല്ല പോലെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ മഴയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളിപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. ഇന്നത്തെ ഒരു സൺഡേത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ 10 മണിക്ക് വേണ്ടിയിട്ട് പോത്തിൻ്റെ എല്ല് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കേക്ക് വൃത്തിയാക്കിയിട്ട്. അപ്പോൾ അതും കപ്പയും കൂട്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ കുക്കിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് ഇതാ നല്ലപോലെ മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂണും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിസിലടിക്കുന്ന സമയത്ത് പുറത്തേക്ക് കൗണ്ടർ ടോപ്പിലും ബാക്കിയുള്ള ഏരിയയിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കരണ്ടടുപ്പിൽ അത് നമ്മൾ ബീഫ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ചോറും കൂടി ഇവിടുന്ന് റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കല്യാണി ചേച്ചീൻ്റെ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് സക്സസ് ആയി. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി അറിയുന്നവരുണ്ടാവും കേട്ടോ, അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്തതാണ്. പിന്നെ ഇതാ ഞാൻ ഉച്ചയ്ക്ക് നമ്മളെ മുരിങ്ങാത്താളിപ്പാണ് കേട്ടോ. അത് ഞാൻ ഓൾറെഡി നേരത്തെ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇതാ നമ്മൾ 10 മണിക്കുള്ള ഒരു ചായയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ദോശ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് എടുത്ത് കഴിച്ച് അങ്ങനെ ചായ കുടിച്ചതാണ്. അങ്ങനെ ഇതാ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഇഷു മദ്രസ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇഷുവിന് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതാ വന്ന ടൈമിൽ ഇതാ മുട്ടായും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഇതാ അവനോട് മദ്രസിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അതിന് ശേഷം ഇതാ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെഷീൻമേലാണ് നമ്മൾ എല്ലാ ഡ്രസ്സും കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഇടുക കേട്ടോ, എല്ലാ മക്കളെല്ലാവരും ആയാലും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ അവൻ്റെ മദ്രസത്തെ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചു. കുട നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തി വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടു. പിന്നെ ആ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഇതാ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു. വാപ്പക്ക് ഞാൻ ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് പുതിയൊരു അതിഥി കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അത് അപ്പുറത്തുള്ളതാണ്. അപ്പോൾ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇനി നമ്മൾ കപ്പ കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ അത്യാവശ്യം നല്ല പോലെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് കഴുകി എടുക്കാമെന്ന്. കഴുകി എടുത്തപ്പം അത്യാവശ്യമൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ കപ്പ നല്ല പോലെ കഴുകി എടുക്കുമല്ലോ, അപ്പോൾ പിന്നെ ഈ പ്രശ്നം വരില്ല. കുറേ ദിവസമായിട്ടോ നമുക്ക് പൂള കിട്ടണമെന്ന് വിചാരിച്ചിട്ട് നടക്കണേ. അപ്പോൾ ഇന്നലെയാണ് കേട്ടോ പൂള കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പൂളയും പിന്നെ നമ്മൾ ബീഫൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ്, കപ്പ ബിരിയാണി പോലെയൊക്കെ കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പൂളേൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞെടുക്കുകയാണ്. ഇത് മൊത്തത്തിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനെ ചെറിയ ഞുറുമ്പ് കഷ്ണങ്ങളാക്കിയിട്ട് എന്താ പറയുക അങ്ങനെ ചെമ്പട്ടിയിലിട്ടു കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് മോള് നല്ല പോലെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, ഞാൻ മോളെ ഉറക്കിയിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഉറക്കി തിരിഞ്ഞപ്പോഴേക്കും അവൾ എണീറ്റ് പോന്നു കേട്ടോ. അതാ പിന്നെ അവളുടെ സൗണ്ട് കേൾക്കുന്നത്. നിങ്ങൾക്ക് ഇനി വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അങ്ങനെ അറിയിക്കുമ്പോഴേ എനിക്ക് വീഡിയോസൊക്കെ ഇടാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. കൂട്ടത്തിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ് ചെയ്യാതെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 2 പൂള എടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിക്കുന്ന ലീവ് ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. എല്ലാവരും ഉണ്ടാകുന്ന ദിവസം ഇതുപോലത്തെ എന്തെങ്കിലും സ്പെഷ്യൽ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയേണ്ടി കേട്ടോ. പിന്നെ പൂളിയും ഒക്കെ ആകുമ്പം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അങ്ങനെ ഞാൻ ഇതായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചെറിയനാട് പിടിച്ചിരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മൾ പൂളിയും കാര്യങ്ങളൊക്കെ തൊലി കളഞ്ഞെടുക്കുകയാണ്. കുറച്ച് പണിയുണ്ട് കേട്ടോ തൊലി കളയാൻ. പിന്നെ നമ്മൾ കഴുകി എടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളത് നല്ല പോലെ വൃത്തിയാക്കിയിട്ട് കഴുകി അതിന് ശേഷം ഇതാ ചെമ്പട്ടിയിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഉപ്പിട്ടിട്ടും മഞ്ഞളിട്ടിട്ടും വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും പിന്നെ 1 സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ കൂക്കിച്ചെടുക്കുകയാണ്. അങ്ങനെ എന്താ ഉച്ചയ്ക്കുള്ള കറി നമ്മൾ ഉണ്ടാക്കി വെച്ച പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥലമെനക്കെടും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അത് മാറ്റി വെച്ചു. പിന്നെ ചോറും കാര്യങ്ങളൊക്കെ ഊറ്റിയെടുത്തു. പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. കുറച്ച് പാത്രങ്ങളൂടെയും കഴുകി വെക്കാനുണ്ട് കേട്ടോ. ആ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് പിന്നെ നമ്മൾ ഈ ഒരു പൂള കഴിക്കുമ്പം നമുക്ക് ആ ഒരു ഇത് കിട്ടും കേട്ടോ, ഫീല് കിട്ടും കേട്ടോ. മറ്റേ നമ്മൾ എന്താ പറയുക എന്തോ അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോകും കേട്ടോ.
ചെയ്യാൻ പാത്രങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. കാരണം നമ്മൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് മൊത്തത്തിൽ നമ്മളൊന്ന് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. ആ സമയം കൊണ്ട് അത്യാവശ്യം നല്ല പാത്രങ്ങൾ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനിപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ തുറന്നുകൊണ്ട് ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഈ ഒരു ഇതിലാണ് കേട്ടോ പോണത്. കാരണം അവരെ കുക്കിങ്ങും കാര്യങ്ങളും അവരെ പറഞ്ഞയച്ചതിന് ശേഷമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ പാത്രങ്ങൾ കഴുകലും കാര്യങ്ങളൊക്കെ. ഇന്ന് പിന്നെ സൺഡേ ആയിട്ടും എനിക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ പാത്രങ്ങളും അങ്ങനെ സ്പീഡായിട്ട് ചെയ്താൽ നമുക്ക് ഒരേ സമയത്ത് ഫുള്ള് പാത്രങ്ങൾ അങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കൂട്ടിയിട്ടാൽ നമുക്ക് എന്തായാലും മടി വരും കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം രാവിലത്തെ ആ ഒരു കുക്കിങ്ങിൻ്റെ ഇടയിൽ ചില സമയത്ത് എനിക്ക് കഴിയില്ല കേട്ടോ. പിന്നെ നമ്മൾ തലേന്ന് തന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ക്ലീനിങ്ങും നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം കേട്ടോ. അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. നല്ല പോലെ എന്താ പറയുക, ഇത് ഉരച്ച് കഴുകാനുള്ള കമ്പി ഉണ്ട് കേട്ടോ. അത് ഉപയോഗിച്ചിട്ട് നല്ല പോലെ സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ആ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടാൽ നമ്മൾ ആ ഒരു പണി കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ പൂള വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉടച്ചെടുക്കാൻ വേറൊരു കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ നല്ല പോലെ ഉടച്ചെടുക്കുകയാണ്. അത്യാവശ്യം നല്ല പോലെ ഉടച്ചെടുത്താലേ നമുക്ക് ഈ ഒരു കപ്പൻ്റെ റെസിപ്പി അതിൻ്റെ ടേസ്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ശരിക്കും വിട്ടുപോയിട്ടുള്ള കാര്യമുണ്ട് കേട്ടോ. ഞാൻ ഇത് വറവിട്ടെടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം നമ്മൾ ഒരു പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും അതുപോലെ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ബീഫിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ശേഷം നമ്മൾ ആ ഒരു മിക്സ് നമ്മൾ ഈ പൂളിയും അതുപോലെ പോത്തിൻ്റെ എല്ലുണ്ടല്ലോ അതൊക്കെ കൂടി വേവിച്ചതൊക്കെ കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കറിവേപ്പില ഇടാൻ മറക്കരുത്. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഇതാ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അത് പിന്നെ കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായയാണ് ഇതിലേക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കട്ടൻ ചായയൊക്കെ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.